ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെയും വഴുവഴുപ്പില്ലാതെയും വെണ്ടയ്ക്ക എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ വെണ്ടയ്ക്കയിൽ ഒട്ടും തന്നെ വഴുവഴുപ്പില്ലാതെ തയ്യാറാക്കി എടുക്കാനായിട്ട് 2-3 ടിപ്പും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വെണ്ടയ്ക്ക നമുക്ക് ആദ്യം തന്നെ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. വെണ്ടയ്ക്കയിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ മാറിക്കിട്ടുന്നതായിരിക്കും. വെണ്ടയ്ക്ക നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം മാത്രം ഈ വെണ്ടയ്ക്കയുടെ തണ്ട് നമുക്ക് മുറിച്ച് കളയാവുന്നതാണ്. കനം കൂട്ടിയിട്ട് അരിഞ്ഞു കൊടുക്കാം. വെണ്ടയ്ക്ക തീരെയും കനം കുറച്ചിട്ട് അരിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വെണ്ടയ്ക്ക പെട്ടെന്ന് കുഴഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ അത്യാവശ്യം കുറച്ച് കനം കൂട്ടിയിട്ട് തന്നെ നമുക്ക് വെണ്ടയ്ക്ക അരിഞ്ഞു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ വെണ്ടയ്ക്ക എല്ലാം കനം കൂട്ടിയിട്ട് തന്നെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയിലോട്ട് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് കൈ കൊണ്ടിട്ടോ സ്പൂൺ കൊണ്ടിട്ടോ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് സമയത്തേക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് മാറ്റി വെച്ചിരിക്കാം. അപ്പോൾ വെണ്ടയ്ക്കയിൽ ഇതുപോലെ ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയം വെണ്ടയ്ക്കയിൽ വഴുവഴുപ്പ് നല്ലതുപോലെ മാറി വരുന്നതായിരിക്കും. ഇനി നമുക്ക് വെണ്ടയ്ക്ക തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു മൺചട്ടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് പൊട്ടിക്കാം. 2 പച്ചമുളക് നെടുകെ കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഒന്ന് എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. 2 വെളുത്തുള്ളി തൊലി കളയാതെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരട്ടെ. വെളുത്തുള്ളി വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. വെളുത്തുള്ളി ഇതുപോലെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വെണ്ടയ്ക്കയ്ക്ക് നല്ലൊരു മണമൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള നീളത്തിന് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സവാള നല്ലതുപോലെ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് പെട്ടെന്ന് വാടി വരുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വാടി വരുന്നതായിരിക്കും. ഇത് നേരത്തെ തന്നെ നമ്മൾ വെണ്ടയ്ക്കയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ സവാളയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു വെണ്ട ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗ കൂട്ടി വെച്ചിട്ട് തന്നെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ വെണ്ടയ്ക്ക ഇതുപോലെ വഴറ്റിയെടുക്കുന്നത് കൊണ്ട് വെണ്ടയ്ക്കയിൽ വഴുവഴുപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ മാറി വരുന്നതായിരിക്കും. അപ്പോൾ വെണ്ടയ്ക്ക നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക നല്ലതുപോലെ വാടി വന്നതിന് ശേഷം കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ആദ്യം തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. വെണ്ടയ്ക്ക നല്ലതുപോലെ വാടി വരുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു തക്കാളി കനം കുറച്ചിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് നല്ലതുപോലെ മാറി വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഒട്ടും തന്നെ വഴുവഴുപ്പില്ലാതെ നമുക്ക് വെണ്ടയ്ക്ക ഫ്രൈ പെട്ടെന്ന് തന്നെ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ മയക്കിയെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെണ്ടയ്ക്ക ഫ്രൈയോ കത്തിരിക്ക ഫ്രൈയോ ഒക്കെ ഇതുപോലെ വഴറ്റിയെടുക്കുന്നത് മൂലം ചട്ടി പെട്ടെന്ന് തന്നെ നമുക്ക് മയക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വെണ്ടയ്ക്കയുടെ ഒട്ടലൊക്കെ നല്ലതുപോലെ മാറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.